എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നല്ലോ. തൃപ്പൂണിത്തുറയുടെ അത്തച്ചമയം വളരെ പ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഉത്സവമാണ് വൃശ്ചികോത്സവം. നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിൽ തന്നെ കേരളവർമ്മ മഹാരാജാവിൻ്റെ ഒരു പ്രതിമ കാണാം. പൂർണ്ണ ത്രയീശ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രം. തൃപ്പൂണിത്തുറയുടെ സംരക്ഷകനാണ് പൂർണ്ണ ത്രയീശൻ. മഹാവിഷ്ണുവിൻ്റെ സന്താന ഗോപാലൻ എന്ന മൂർത്തിയാണ് പൂർണ്ണ ത്രയീശൻ. ഇവിടെ കുട്ടികളുണ്ടാകാൻ താമസം നേരിടുന്ന ദമ്പതികൾ പ്രാർത്ഥനാ സഹായത്തിനായി ഇവിടെ വരാറുണ്ട്. നമ്മുടെ അനന്തപുരിയിലുള്ളതുപോലെ ഒരു ക്ലോക്ക് ടവർ ഇവിടെയുണ്ട്. നടുക്കുള്ള കിളിവാതിലിൽ മഹാരാജാവിൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു പാവ നമുക്ക് കാണാം. നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ ഇടവേളകളിൽ മണിശബ്ദം മുഴങ്ങുമ്പോൾ ഈ പാവ ജനങ്ങളെ അഭിവാദ്യം ചെയ്തിരുന്നതായി പറയുന്നു. പ്രധാനമായിട്ടുള്ള പാലസ് ഹിൽ പാലസാണ്. ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചും ധാരാളം ആളുകൾ, രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. പഴയകാലത്തിൻ്റെ പ്രതീകങ്ങൾ എന്നോണം തൃപ്പൂണിത്തുറ ഗവൺമെൻറ് പാലസ് സ്കൂൾ ആണിത്. വലിയ കേടുപാടുകളൊന്നും കൂടാതെ അത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പഴയകാല പ്രൗഢി പേർന്ന ചുരുക്കം ചില കെട്ടിടങ്ങൾ ഈ വീതിയിൽ നമുക്ക് കാണാം. ഇത് പഴയ കോട്ടയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കിയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റി പുതിയ ഫ്ലാറ്റുകളും ഹോട്ടലുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഈശ്വര വാര്യർ, ഈ ക്ഷേത്രം ഡിസൈൻ ചെയ്ത ഈശ്വര വാര്യരുടെ ഒരു ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. കുറേ പഴയ കെട്ടിടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാം. ധാരാളം ഭംഗിയുള്ള ചുമർ ചിത്രങ്ങളും കൊത്തുപണികളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. പൂർണ്ണി നദിയുടെ കരയിലാണ് തൃപ്പൂണിത്തുറ സ്ഥിതി ചെയ്യുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വളരെയധികം കലാപരിപാടികൾ, ഓട്ടംതുള്ളൽ, പഞ്ചവാദ്യങ്ങൾ, ധാരാളം പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഈ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും കൊട്ടാരത്തിൻ്റെ അധീനതയിൽ തന്നെയാണ്. മറ്റ് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും മോഷണം പതിവുണ്ട്. അവിടെ ഒരു ചിത്രം പതിപ്പിച്ചിട്ടുണ്ട് കുറേ പ്രസിദ്ധ മോഷ്ടാക്കളുടെ. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 4ാം ദിവസമായ തൃക്കേട്ട പുറപ്പാട്, അതുപോലെ അവസാന ദിവസമായ ആറാട്ട്, അതിന് മുന്നോടിയായിട്ടുള്ള 2 ദിവസങ്ങളിലെ ചെറിയ വിളക്ക്, വലിയ വിളക്ക് എന്നിവയാണ്. ചെറിയ വിളക്കിനുള്ള ചമയങ്ങൾ അല്ലെങ്കിൽ വിളക്കുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് പോലെയുള്ള ചടങ്ങുകളെല്ലാം ദീപാരാധനയ്ക്ക് ശേഷമാണ്. പിന്നെ വലിയ പ്രധാനപ്പെട്ട ചടങ്ങുകൾ രാത്രി 12 മണിയോട് അനുബന്ധിച്ചാണ്. ചെറിയ വിളക്ക്, വലിയ വിളക്ക്, ആറാട്ടെല്ലാം. തൃക്കേട്ട പുറപ്പാടിൻ്റെ അന്ന് 14 ഗജവീരന്മാർ അണിനിരക്കുന്നുണ്ട്.